നമസ്കാരം. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ മമത നയിക്കുന്ന പശ്ചിമ ബംഗാൾ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തെത്തുന്നത്. ജൂനിയർ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മമതാ സർക്കാരിന്റെ വീഴ്ചകളാണ് സുപ്രീം കോടതിയെ തുറന്നുകാട്ടിയത്. ആശുപത്രികളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും സംഭവം കൈകാര്യം ചെയ്യുന്നതിലും മമതാ സർക്കാരിന് വീഴ്ച സംഭവിച്ചതായും കോടതി കണ്ടെത്തി. അതേസമയം RG കാർ കോളേജ് ആശുപത്രിയിൽ പീഡനത്തിന് ഇരയായി വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ബംഗാളിൽ മമതാ സർക്കാരിന്റെ ഭരണം എങ്ങനെയാണെന്ന് തുറന്നുകാട്ടുന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കൊലപാതകം നടന്ന് 3 മണിക്കൂറിനു ശേഷമാണ് സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. ഇതിനു പുറമെ യുവതിയുടെ പേരും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതെല്ലാം കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് വന്ന വീഴ്ചയാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും മമതാ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതേസമയം സംഭവം നടന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സുപ്രീം കോടതി CISFന് നിർദ്ദേശം നൽകി. അതേസമയം സംഭവത്തിൽ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സഞ്ജയ് ഘോഷിനെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ CBI തയ്യാറായി. സഞ്ജയ് ഘോഷിന്റെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്നും അതിനാൽ നുണ പരിശോധന വേണ്ടിവരുമെന്നും CBI ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നുണപരിശോധന നടത്താൻ CBIക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് സഞ്ജയ് ഘോഷിനെ CBI ദിവസങ്ങളോളം ചോദ്യം ചെയ്തിരുന്നു. കൊലപാതക വിവരം അറിഞ്ഞപ്പോൾ എന്തായിരുന്നു സഞ്ജയുടെ പ്രതികരണമെന്നും CBI ചോദിച്ചിരുന്നു എന്നാണ് വിവരം. കൊലപാതക വിവരം അറിഞ്ഞ ശേഷം ആദ്യം വിളിച്ചതാരെ? യുവതി മരിച്ചു കിടന്ന സെമിനാർ ഹാളിനടുത്ത് അറ്റകുറ്റപ്പണി നടത്താൻ അനുവാദം നൽകിയതാര്? തുടങ്ങിയ ചോദ്യങ്ങളും CBI സഞ്ജയ് ഘോഷിനോട് ചോദിച്ചു. എന്നാൽ സഞ്ജയുടെ ഉത്തരങ്ങൾ ചില പൊരുത്തക്കേടുണ്ടെന്നും അത് ഉറപ്പിക്കാനായി ചോദ്യം ചെയ്യൽ വീണ്ടും ആവശ്യമെന്നാണ് ഉദ്യോഗവൃത്തങ്ങൾ പറയുന്നത്.